അവരിവിടെയാണ് ഇരുന്നിരുന്നത്. നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ഓർത്ത് നോക്കിയേ, ഇവിടെ തന്നെയായിരുന്നോ? അയ്യോ, ഇവിടെ തന്നെയായിരുന്നു, ഞാൻ കണ്ടതാണല്ലോ. അപ്പോ ഈ അമ്പലത്തിൽ എവിടെയെങ്കിലും തന്നെ കാണും, നമുക്ക് നോക്കാം വാ. അല്ല മാഡം, നിക്ക് നിക്ക് നിക്ക്, മാഡം അങ്ങോട്ട് പോണ്ട, ഇവിടെ തന്നെ നിന്നാ മതി കേട്ടാ. ഞാൻ അന്വേഷിച്ചിട്ട് വരാം. അവരിവിടെ തന്നെ ഉണ്ടാവുന്നേ. ഈ പൂജയുടെ സമയമൊക്കെ കഴിഞ്ഞില്ലേ, ആൾക്കൂട്ടം വലുതായിട്ട് ഉണ്ടാവില്ല. പെട്ടെന്ന് കണ്ടുപിടിച്ചോണ്ട് വരാം. മാഡം ഇവിടെ തന്നെ നിക്കേ. ആ, ഞാൻ പോരാ. മാഡം ഇവിടെ തന്നെ ഉണ്ടാവണേ, എങ്ങോട്ട് പോയി കളയല്ലേ. ആയിക്കോട്ടെ മാഡം, എങ്ങോട്ടും പോകരുത് കേട്ടോ, ഞാൻ ഓടി വരാം. മാഡം ഇവിടെ തന്നെ നിക്കണേ. അമ്മേ, അമ്മ ഇവിടെ തന്നെ ഉണ്ടല്ലേ? ഒന്ന് എന്റെ മുന്നിലേക്കൊന്ന് വാ. ചേട്ടാ, കോഫിയോ കൂൾ ഡ്രിങ്ക്സ് എന്തെങ്കിലും വേണോ? കാപ്പി വേണോ ചോദിച്ചതിനാണ് ഇങ്ങനെ പേടിച്ച്? എനിക്കൊന്നും വേണ്ട. ഓ, അത് താഴെ വീണ് പൊട്ടി കാണുമെന്ന് ഓർത്താണോ? അത് പൊട്ടിയിട്ടില്ലേട്ടാ. അയ്യോ, വേണ്ട വേണ്ട വേണ്ട, തൊടലേ 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 തൊടലേ. ഒന്നും പറ്റില്ലെന്നേ, വേണമെങ്കിൽ നോക്കിയോ. എന്റെ അമ്മ ഇപ്പൊ എവിടെയാണാവോ? അവിടെ ഇരുന്നവരെവിടെ പോയി? അവരിവിടെ ഉണ്ടായിരുന്നല്ലേ? പെങ്ങള് കാണാതായ മോളെ അന്വേഷിച്ച് നടക്കുകയാണല്ലേ? അതേലോ മോനെ. മോനെന്തെങ്കിലും മനസ്സിലായി? എന്റെ മോളെ മോനെ അറിയാമോ? നിങ്ങളുടെ മകളാണോന്നൊന്നും എനിക്കറിയില്ല. അവിടെ ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ട്. അവരിതുപോലെ കാണാതായ അമ്മയെ അന്വേഷിച്ച് നടക്കുക. നിങ്ങളെ കണ്ടപ്പോ ആ കുട്ടിയുടെ കാണാതായ അമ്മയാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതെ മോനെ, എന്റെ മോളെ എനിക്ക് കൊച്ചു കുഞ്ഞായിപ്പോ നഷ്ടപ്പെട്ടതാ. ആ പെൺകുട്ടി ഇപ്പൊ എവിടെയാണെന്നൊന്ന് കാണിക്കൂ. പെങ്ങള് വന്നട്ടെ, ഞാൻ കാണിച്ചു തരാം.
എന്താണ് ഇത്? എന്തു പറ്റി വരണേ? വലിച്ച ദേ ഇതൊന്ന് നോക്കി. ഇയാള് ഫോൺ റിപ്പയർ ചെയ്യാൻ വേണ്ടി വന്നാ. ദേ ഇതെന്താന്ന് നോക്കി. ഇതില് ടൈമർ ഒക്കെ ഉണ്ടല്ലോ. ഇനി ഇത് വല്ല ബോംബോ ആണോ? എന്റെ ഭഗവാനെ, ഇത് ബോംബൊന്നുമല്ലല്ലോ. എനിക്ക് പേടിയാ. ബോംബ്! സത്യം പറടാ, ബോംബല്ലടത്. നിന്നോടാരാ ഇവിടെ ബോംബ് വയ്ക്കാൻ പറഞ്ഞു? നീ നിക്ക് വരണേ. അതെന്താണെന്ന് അറിയാതെ അയാൾ എന്തിനാ വഴക്ക് പറയുന്നേ? പറയടോ, അതെന്താണ്? സാർ, ഇത് ഫോണിന്റെ അകത്തുള്ള ഒരു സർക്യൂട്ടാ. അപ്ഗ്രേഡഡ് വെർഷനാ സാർ. പുതിയ മോഡലാ. സത്യമായിട്ട് ഇത് സർക്യൂട്ട് തന്നെയല്ലേ? സർക്യൂട്ട് തന്നെയാ സാർ. വരുണേ, നീ എന്തിനിങ്ങനെ പേടിക്കുന്നേ? അതെന്താ വല്യമ്മ അങ്ങനെ ചോദിച്ചു? നമ്മുടെ എല്ലാവരുടെയും ജീവന് ആപത്തുണ്ടെന്നല്ലേ രാജഗുരുക്കൾ പറഞ്ഞിട്ട് പോയത്? നമ്മുടെയൊക്കെ സമയമാകുമ്പോ മരണം ഏതു വിധത്തിലും വന്നൂടെ? നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കണ്ടേ? ശരിയല്ലേ ഊർമിള? ഒന്ന് നിർത്തടാ വരുണേ. മൂങ്ങാനിരുന്ന നായുടെ തലയിലേക്ക് തേങ്ങ വീണെന്ന് പണ്ടാരോ പറഞ്ഞതുപോലെ ആയല്ലോ. നമുക്കൊന്നും സംഭവിക്കില്ല, അവിടെ എന്റെ മോൾക്കും ഒന്നും സംഭവിക്കില്ല. അയ്യോ, ഇയാളിത് എങ്ങോട്ടാ പോയത്? ഇല്ല, അമ്മ എവിടെയെന്ന് ചെന്ന് നോക്കണം, ഇല്ലെങ്കിൽ കൈവിട്ടു പോവും. ഇവളെവിടെ പോയി? എവിടെ മോനെ? എന്റെ മോൾ എവിടെ പോയി? ഇവിടെ നിൽക്കാനായിട്ടാ ഞാൻ പറഞ്ഞേ. ഫോൺ റെഡിയായി മാഡം. ഞാനിനി പോവാ. പോയിക്കോ. പോവാ സാറേ. എന്തിനാ നീ അത്രയ്ക്ക് പേടിക്കുന്ന?
അവരുടെ കഥ തീർക്കാനുള്ള കാര്യം ഏർപ്പാടാക്കിയില്ലേ, അപ്പൊ പിന്നെ ഇവിടെ നമുക്കൊന്നും സംഭവിക്കില്ലല്ലോ. അയാളുടെ അടുത്തുനിന്ന് ഇതുവരെ ഫോൺ വന്നിട്ടില്ല. അയാൾ അവിടെ എന്താ ചെയ്യണെന്നാവോ? അതെ പെങ്ങൾ ഇവിടെ തന്നെ നിൽക്കണേ, എങ്ങോട്ട് പോവല്ലേ കേട്ടോ. എവിടെയാ മോളെ നീ? ഹലോ. എടോ കാര്യം കഴിഞ്ഞോന്ന്. അതല്ലേ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്മയും മോളെ ഒന്നിച്ചു കൊന്നുകളയാനല്ല പറഞ്ഞത്. രണ്ടുപേരെ ഒന്നിപ്പിക്കാൻ ഞാൻ കിടന്ന് പെടാപ്പാട് പെടുക. ആ അമ്മയെ കൈ കിട്ടിയ മോളെ കാണില്ല, മോളെ കൈ കിട്ടിയ അമ്മയും കാണില്ല. ഓ എടാ പൊട്ടം കാണാപ്പാ, രണ്ടുപേരെ ഒരുമിച്ച് കൊല്ലാൻ പറഞ്ഞാലേ രണ്ടുപേരെ ഒരു സ്ഥലത്ത് വെച്ച് കൊല്ലണം എന്നല്ല. ഒരാൾക്ക് ശേഷം മറ്റൊരാളാണെങ്കിൽ ഇന്ന് തന്നെ രണ്ടുപേരും തീർക്കണം എന്നാ പറഞ്ഞത്. ഞാനെന്തൊരു മണ്ടല. എന്നാ പിന്നെ സാറിന് ഇത് നേരത്തെ അങ്ങ് പറഞ്ഞുകൂടായിരുന്നു. കാര്യം അപ്പൊ തീർന്നു കിട്ടിയത്. അവരെ ഇപ്പൊ തന്നെ അങ്ങ് തീർത്തിട്ട് ഞാൻ തിരിച്ചു വിളിക്കാം. അവിടെ നിൽക്ക്. മാമനവൻ നിന്നെ എന്താ ചേച്ചി? അവരെ കൊല്ലാൻ നോക്കായിരുന്നു. ആരാ നീ? അമ്പലത്തിൽ കളിക്കുന്ന വിടണം. ചന്ദ്രിക അവളുടെ ആൾക്കാരെ ഇങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട്. ആദ്യം വെള്ളേട്ടിന്റെ അടുത്തേക്ക് എത്തണം.
ഹലോ, നീ ബോംബ് സെറ്റ് ചെയ്തോ? സെറ്റ് ചെയ്തു മേഡം. അത് പൊട്ടിയ ജീവൻ പോവുമല്ലോ അല്ലേ? മേഡം, ചെറിയ സൈസായത്, എന്നാലും പവർഫുള്ളാ. 10-20 മീറ്റർ ചുറ്റുവട്ടത്തുള്ള ഒരാളുടെയും ബോഡി പോലും കിട്ടത്തില്ല മേഡം. ഗുഡ്, എനിക്കതാണ് വേണ്ടത്. പോവാനുള്ളവരൊക്കെ പോയി കഴിഞ്ഞ് ബാക്കിയുള്ളവരുടെ ജീവൻ വെച്ച് എനിക്ക് പന്താടാൻ പറ്റും. എന്നാ പിന്നെ ബോംബ് ഓൺ ചെയ്യട്ടെ മേഡം. എത്ര ടൈം സെറ്റ് ചെയ്യണ്ടേ? ജീവൻ പോകുന്നതിന് മുൻപ് ഒരു 10 മിനിറ്റ് നേരത്തേക്കെങ്കിലും അവരൊന്ന് ശ്വാസം എടുക്കട്ടെ. ഓക്കെ മേഡം. പത്ത് മിനിറ്റിനുള്ളിൽ എല്ലാം ഔട്ട്. വിട്ടു പോടാ. നിക്കല്ലേ വേഗം പോ. അവൻ പുറകെ വരണേ. പോ, വേഗം പോടാ. അതിങ്ങ് താടാ. അതൊരു സാധാരണ ഫോൺ അല്ലടാ, ബോംബ് പൊട്ടിക്കാനുള്ളതാടാ. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കളഞ്ഞല്ലോ. ഈ കാര്യം ഉടനെ മേഡത്തിന് അറിയിക്കണം. അമ്മോ, ഇതിന് നല്ല വില കിട്ടുമല്ലോടാ. പെട്ടെന്ന് തന്നെ ഇതിന്റെ സോഫ്റ്റ്വെയർ എല്ലാം തന്നെ മാറ്റിയിട്ട് ഇതിനെ സ്വിച്ച് ഓഫ് ചെയ്ത് കളയണം. സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നാ വിടാ, ഇതൊക്കെ വിറ്റളയാ. വിട്ടോ, കൊള്ളാം. എന്താ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെന്നാ? എന്ത് മണ്ടത്തരോടെ താനീ പറയണേ? കൈ കിട്ടിയവരെ വിട്ടു കളഞ്ഞല്ലേ? മാഡം, ടൈം സെറ്റ് ചെയ്യുന്നതിന് മുന്നേ ഫോൺ ഒരു കള്ളൻ അടിച്ചു പറ്റിക്കൊണ്ട് പോയി. ഫോൺ കയ്യിൽ നിന്ന് പോയി മാഡം. ഇത്ര കഷ്ടപ്പെട്ട് ബോംബ് വെച്ചിട്ട് ഫോൺ കളവ് പോയെന്നോ? ഛേ, ഇഡിയറ്റ്. ഛേ. വല്യേട്ടന്റെ വീട് എവിടെയാണോ എന്തോ. അന്ന് പോയിരുന്നെങ്കിലും ചന്ദ്രിക എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. അതെവിടെയാണെന്ന് പോലും ഇപ്പൊ ഓർമ്മയില്ല. പക്ഷെ ആ വീടിന്റെ ഗേറ്റ് കണ്ടാൽ എനിക്ക് ഓർമ്മ കിട്ടും. അല്ലെങ്കിൽ പോകുന്ന വഴിയിൽ വല്യേട്ടനോ ഏട്ടത്തെയോ ആ വീട്ടിൽ അറിയാവുന്ന ആരെങ്കിലും ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ.